കോടതിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും SDPI നിലപാട് കടുപ്പിക്കുന്നു. ഹിജാബിനായുള്ള വാദം അവർ ഉന്നയിക്കുകയാണ്. മന്ത്രിയുടെ നിലപാട്, അതായത് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് സർക്കുലറായി പുറത്തിറക്കണം എന്നുള്ളതാണ് SDPIയുടെ ആവശ്യമായി ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ BJP നേതാവ് ഷോൺ ജോർജ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷോൺ ജോർജ്, കഴിഞ്ഞ ദിവസം ഈ സ്കൂളിൽ ഇത്തരമൊരു വിവാദം ഉണ്ടാകുമ്പോൾ തന്നെ ഇത് എവിടേക്കാണ് പോകുന്നത് എന്നതിൻ്റെ സൂചനകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതൊരു സാമൂഹികമായ ഒരു വിഷയമായി ഉയർന്നു വരാതിരിക്കാനായിരിക്കാം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലടക്കമൊക്കെ ചർച്ച നടക്കുകയും അതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഈ കുട്ടിയുടെ രക്ഷിതാവ് തന്നെ പറഞ്ഞതാണ് കുട്ടിയെ സ്കൂളിലേക്ക് അയക്കാൻ ഒരുക്കമാണ് എന്ന്. അതിനിടയിലായിരുന്നല്ലോ വിദ്യാഭ്യാസ മന്ത്രിയുടെ സർക്കുലർ പുറത്തു വന്നത്, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം പുറത്തു വന്നത്. ഇപ്പോഴിതാ ഇത് ഉത്തരവായി പുറത്തിറക്കണമെന്ന് SDPI ആവശ്യപ്പെടുകയാണ്. അതായത് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകണം, ഹിജാബ് ധരിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ അനുവദിക്കണം എന്നുള്ള നിർദ്ദേശം നൽകണമെന്ന ആവശ്യമാണ് SDPI മുന്നോട്ട് വയ്ക്കുന്നത്. ഷോൺ, ഇവിടെ ജനപ്രതിനിധികളെ ഇടപെട്ടത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ്. അതെ, ആ ഇടപെട്ടു എന്ന് പറയുന്നത് അവിടെ ചെന്ന് ഈ വിഷയം BJP അതിനകത്ത് ഇടപെട്ടു. സ്വാഭാവികമായിട്ട് ഈ വിഷയം മുമ്പോട്ട് കൊണ്ടുപോയാൽ അത് ദോഷം ചെയ്യും നിങ്ങൾക്ക് എന്ന് SDPIയുടെ നേതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കിയതല്ലാതെ ഹൈബിയുടെ MP അവിടെ ചെന്ന് ഈ നിമിഷം വരെയും ആ സ്കൂളിന്റെ മാനേജ്മെന്റിൽ ഒരാളുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല. അവരവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളല്ല. അവിടെ ആരുമില്ലാതെ ഇരുന്ന സമയത്ത് അവർക്ക് എന്താണ് അവരുടെ വിഷയം എന്ന് പോയി പഠിക്കുകയും അവിടെ SDPIയുടെ ഗുണ്ടായിസമാണ് നടക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അത് അനുവദിക്കാൻ കഴിയില്ലാത്ത കാര്യമാണെന്ന് പറയുകയും ചെയ്തതല്ലാതെ ഞങ്ങൾ ആ വിഷയത്തിലൊന്നും ഇടപെട്ടിട്ടില്ല. ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമാണ്. അല്ല, ഞാനൊന്ന് ഇടപെട്ട് പറയുന്നത് എന്തുമായിക്കൊള്ളട്ടെ, ഈ വിഷയം ഉയർന്നു വരികയും അവിടെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയാണല്ലോ സബ്ജക്ട്, ആ കുട്ടിയുടെ രക്ഷിതാവാണല്ലോ പരാതിക്കാരൻ അനസ്. ആ പരാതി നൽകിയത് വിദ്യാഭ്യാസ വകുപ്പിനാണ്. ആ പരാതിയിൽ നിന്ന് താൻ പിൻവാങ്ങുന്നുവെന്നും ഇനി ഇതൊരു വിഷയമാക്കേണ്ട എന്നും പറയുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം പുറത്തു വരുന്നത്. ആ നിർദ്ദേശത്തിലൂന്നിയാണ് SDPI ഇപ്പോൾ പറയുന്നത് ഇത് സർക്കുലറായി പുറത്തിറക്കണമെന്ന്. അതെ, അതെ. ഏറ്റവും രസകരമായ കാര്യം ഇന്നലെ ഉച്ചയ്ക്ക് ഹൈബി ഈഡൻ വന്ന് സംസാരിച്ചതിന് ശേഷം ഈ വിഷയത്തിൽ ഞാൻ എന്റെ കുട്ടിയായിട്ട് ഈ സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞ ഈ രക്ഷിതാവ് ഇന്നലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് ശേഷം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അങ്ങനെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അതനുസരിക്കേണ്ടതാണ്, എന്റെ കുട്ടി ഹിജാബ് ഇട്ട് പോകുമെന്ന് ചാനലുകളോട് പറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ആ സാഹചര്യത്തിലേക്ക് ഇതിന്റെ പുറകിൽ മിനിങ്ങാന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ എന്താണ്, ഇന്നലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ എന്താണ്, നിങ്ങൾ അതിന്റെ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പുറത്ത് എത്ര വലിയ സമ്മർദ്ദം സർക്കാരിന്റെ പുറത്തുണ്ടായി, ഇതിന് എത്ര വലിയ സമ്മർദ്ദം ഹൈബി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ പുറത്തുണ്ടായി. ഇവിടുത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന സാഹചര്യത്തിലേക്ക് SDPI നീങ്ങിയിരിക്കുന്നു. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും ഭരണത്തിലിരിക്കുന്ന മന്ത്രിമാരും എന്ത് പ്രഖ്യാപനം നടത്തണമെന്ന് SDPI തീരുമാനിക്കുന്ന സമയത്തേക്ക് പോകുന്നു. ഇത് അവിടെ 117 മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ആ സ്കൂളിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത ഇത്തരത്തിലൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആരുടെ ആവശ്യമാണ്? അവിടെ എത്തി പ്രശ്നമുണ്ടാക്കിയത് SDPIയുടെ പ്രവർത്തകരാണെന്നുള്ളത് വിഷ്വൽസ് സഹിതം പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോ ഇവരുടെ ലക്ഷ്യം എന്താണ്? ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഇത് ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാനുള്ള SDPIയുടെ ആസൂത്രണ നീക്കത്തിന്റെ ഇനാഗുറേഷൻ ആണ് ആ സ്കൂളിൽ നടത്തിയത്. അത് വിജയിക്കാതെ വന്നു. എന്തുകൊണ്ട്? നമ്മളെ ഇടപെടലുണ്ടായി. സമൂഹം അവർക്കെതിരെ തിരിയുന്നു എന്നവർക്ക് മനസ്സിലായതുകൊണ്ട് അവരൊന്ന് പുറകോട്ടടിച്ചു. ആ പുറകോട്ട് വന്നപ്പോഴാണ് അതിന് വീണ്ടും തിരികൊളുത്തുക എന്ന നിലയിലേക്ക് അതിനകത്ത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിൽ മന്ത്രി ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അതിന്റെ ആ മന്ത്രിയുടെ പ്രസ്താവനയുടെ പുറകിലാണ് ഇപ്പോ SDPI അത് ഓർഡർ ഇറക്കണമെന്ന് പറയുന്നത്. ഓർഡർ എങ്ങനെ ഇറക്കും? ഓർഡർ ഇറക്കിയാല് സുപ്രീം കോടതി നിലവിൽ നിൽക്കുന്ന സുപ്രീം കോടതിയിലെ ജഡ്ജ്മെന്റിന് വിരുദ്ധമാണ്. അങ്ങനെ മന്ത്രിക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അതൊരു CBSE സ്കൂൾ കൂടെയാണ്. അങ്ങനെ മന്ത്രിയുടെ സൗകര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ രാജ്യത്തൊരു നിയമമുണ്ട്. അത് മാനേജ്മെന്റുകൾക്ക് അവരുടെ സ്കൂളിലെ യൂണിഫോമില് എന്ത് വേണമെന്ന് തീരുമാനമെടുക്കാനുള്ള അധികാരം പൂർണ്ണമായി മാനേജ്മെന്റ് കൊടുത്തുകൊണ്ട് 2 or 3 സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സ് ഇവിടെ നിൽപ്പുണ്ട്. അതിനെ ധിക്കരിച്ചുകൊണ്ടൊരു ഓർഡർ സർക്കാർ എടുത്താൽ സ്വാഭാവികമായിട്ടും കോടതി തീരുമാനിക്കട്ടെ. അതായത് ഈ നിലവിൽ വന്നിട്ടുള്ള ഈ നിർദ്ദേശം തന്നെ SDPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം വന്നത് എന്നാണോ താങ്കൾ പറയുന്നത്? 100%. അത് എന്നെ സംശയിക്കുന്നേ. ഇതിന് എതിർ കക്ഷിയിൽ നിൽക്കുന്ന SDPI മാത്രമല്ലേ ഉള്ളൂ. ആ SDPIക്ക് അവസാനം പാടാനല്ലേ ഇന്നലെ ഹൈബി അവിടെ വന്നത്. അവിടെ വന്ന് ഈ പ്രിൻസിപ്പളുമായിട്ടോ മാനേജറുമായിട്ടോ ഏതെങ്കിലും സിസ്റ്റർമാരുമായിട്ട് ഇവർ സംസാരിച്ചോ? അല്ല, അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ SDPIയുടെ ഇപ്പോഴത്തെ ആവശ്യത്തിന് മുന്നിലും സർക്കാർ വഴങ്ങുമെന്നാണോ താങ്കൾ പറയുന്നത്? സ്വാഭാവികമായിട്ടും അത് വഴങ്ങിയല്ലേ പറ്റുള്ളൂ അവർക്ക്. അതായത് സർക്കുലർ ആക്കി പുറത്തിറക്കും.
സർക്കുലറായിട്ട് പുറത്തിറക്കണമെന്നുണ്ടെങ്കിൽ ഇനി സർക്കുലറായിട്ട് പുറത്തിറക്കണമെങ്കിൽ അവിടെ ഒപ്പിടേണ്ട IAS കാരനാണ്. സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമായിട്ടൊരു ഒപ്പായ IAS കാരന് ഇടുവോ? ചിലപ്പോൾ ശിവൻകുട്ടി ഇടുമായിരിക്കും, കാരണം അയാൾക്ക് അതിനെക്കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ട് ഇടുമായിരിക്കും. പക്ഷേ അവിടെ ഈ ഇത്തരത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് ഓർഡർ ഇറക്കണമെങ്കിൽ നിലവിലുള്ള നിയമത്തെക്കുറിച്ച് ബോധമില്ലാത്ത IAS കാരൻ അത് ഇറക്കാൻ തയ്യാറാവുമോ? ഈ സമൂഹത്തിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി, പ്രത്യേകിച്ചും ഇലക്ഷൻ എടുക്കുന്ന ഈ സമയത്ത് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുവാനായി, ഇവിടെ വലിയ രീതിയിലുള്ള സാമുദായിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ഇവരെവിടെയൊക്കെ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം തുടക്കത്തിലെ പ്രവണതകൾ ഇതൊക്കെയാണ്. ആ പ്രവണതകളിലേക്ക് തന്നെ കേരളത്തിലെയും കൊണ്ട് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇത്. ഞാൻ പറയുന്നു, ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാനുള്ള SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പോലെയുള്ള സംഘടനകളുടെ ആസൂത്രിത ശ്രമത്തിന്റെ തുടക്കമാണ്. ശരി, ഇപ്പോൾ ദയവായി ഒന്ന് തുടരുക. ഇപ്പോൾ ശ്രീ ലത്തീഫ SDP നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ലത്തീഫ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ SDP ഇതൊരു സർക്കുലറായി പുറത്തിറക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? ഈ ചില സ്കൂളുകളിൽ ഈ ശിരോവസ്ത്രം ധരിച്ച് പഠനം നടത്താൻ അനുവദിക്കാത്ത പല സ്കൂളുകളും കേരളത്തിലുണ്ട്. ഇത് കേരളത്തിന് മാത്രം ഒരു പ്രത്യേകതയാണ്. ഇത് ഒരു ക്രിസ്തീയ സഭയുടെ ഒരു തീരുമാനമാണ് നമ്മൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ എടുക്കാൻ സാധ്യതയുമില്ല. കാരണം എന്താ വെച്ചാൽ ക്രിസ്തീയ സഭകള് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ രാജ്യവ്യാപകമായി തന്നെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നുണ്ട്. അവിടങ്ങളിലൊന്നും ഇപ്പൊ പഞ്ചാബില് അവിടുത്തെ സിഖ് സമൂഹം അവരുടെ ആചാര വേഷങ്ങളായിട്ട് വന്നതുകൊണ്ട് അവർ തടുക്കാറില്ല. ഹരിയാനയിൽ സംഭവിക്കാറില്ല. മറ്റു ഒരിടങ്ങളിലും ഇത് സംഭവിക്കുന്നില്ല. പക്ഷെ കേരളത്തില് ചില സ്കൂളുകളിൽ, ഞാനത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പറയാം, ചില സ്കൂൾ മാനേജ്മെന്റുകള് ഇങ്ങനെ ശിരോവസ്ത്രം ധരിക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ട്. എന്തിനാണ് അതിന്റെ ആവശ്യം മനസ്സിലാക്കുക? അത് മാനേജ്മെന്റുകളുടെ റൈറ്റ് ആണ് എന്ന് നിലവിൽ ഹൈക്കോടതിയുടെ വിധിയുണ്ടല്ലോ 2018. അപ്പോൾ അത്തരം സ്കൂളുകളിൽ തന്നെ ഈ കുട്ടികൾ പഠിക്കണമെന്ന് രക്ഷിതാക്കളും എന്തിനാണ് വാശി പിടിക്കുന്നത്? ഹിജാബ് അനുവദിക്കുന്ന സ്കൂളുകളിൽ പഠിപ്പിക്കാൻ അവസരമുണ്ടല്ലോ. അതല്ല, അത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഒരു വിദ്യാഭ്യാസ അവകാശത്തിന്റെ നിഷേധമല്ലേ നമ്മളെ നാട്ടിൽ. വിദ്യാഭ്യാസം എവിടെയാണ് അവിടെ നിഷേധിക്കപ്പെടുന്നത്? ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ. നമ്മളെ നാട്ടില് ഇപ്പോ ഇവിടെ NSS സ്കൂൾ നടത്തുന്നുണ്ട്, SNDP സ്കൂൾ നടത്തുന്നുണ്ട്, MES നടത്തുന്നുണ്ട്, ഒരുപാട് പലരും നടത്തുന്നുണ്ട്. എവിടെയും ഇത് നിഷേധിക്കുന്നില്ല. ഇത് ചില മാനേജ്മെന്റ് ക്രിസ്ത്യൻ സ്കൂളുകളാണ് ഇത് ചെയ്യുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നവരെന്താണ്? അതാണ് ഞാൻ താങ്കളോട് സൂചിപ്പിച്ചത്. ഇത് ആദ്യമായൊന്നുമല്ല ഈ തരത്തിലുള്ള വിഷയം ഉയർന്നു വരുന്നത്. ഇത് ഹൈക്കോടതിയുടെ മുന്നിലെത്തുകയും ഹൈക്കോടതി കൃത്യമായി ഉത്തരവ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വ്യക്തികളുടെ അവകാശമാണ് എന്ത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണം എന്നുള്ളത്. അത് അങ്ങനെയാകാം. പക്ഷേ ഇതേ തരത്തിൽ ഒരു സ്ഥാപനം നടത്തുന്നവർക്ക് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഉണ്ട് എന്നുള്ളതാണ് കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതല്ല, ആ സ്വാതന്ത്ര്യ അവകാശവും ഒരാളുടെ മൗലികാവകാശങ്ങൾക്ക് എതിരാകാൻ പാടില്ലല്ലോ. അതാണ് എന്റെ ചോദ്യം. അതായത് ഈ ഹിജാബ് ധരിക്കണമെന്ന ആവശ്യമുള്ള ആളുകൾക്ക് ഏത് സ്കൂളിലും പഠിച്ച് അവരുടെ ആവശ്യമായിരിക്കണം നിലനിർത്തേണ്ടത്. മാനേജ്മെന്റിന്റെ താല്പര്യങ്ങളൊന്നും നിലനിർത്താൻ പാടില്ല എന്ന മറുഭാഗം കൂടിയുണ്ടല്ലോ അവിടെ. അതെ, തീർച്ചയായിട്ടും മാനേജ്മെന്റുകള് ഒരു തീരുമാനമെടുക്കുമ്പോൾ അതൊരു പൗരന്റെ മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമാകരുത്. ഇപ്പൊ എന്റെ വീടിന്റെ തൊട്ടടുത്ത് സ്കൂൾ ഉണ്ടെങ്കിൽ അവിടെ അത് ആര് നടത്തുകയാണെങ്കിലും, അവിടെ ഗവൺമെന്റ് സ്കൂൾ നടത്തണമെങ്കിൽ, ഏത് മാനേജ്മെന്റ് ആണെങ്കിലും സ്കൂൾ നടത്തണമെങ്കിൽ ഗവൺമെന്റ് അനുമതി കൊടുത്തിട്ടാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഗവൺമെന്റ് അനുമതി കൊടുക്കുന്ന പറഞ്ഞാൽ എല്ലാ പൗരന്മാർക്കും അവിടെ പോകാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളതാണ്. ഗവൺമെന്റ് അനുമതി കൊടുക്കാതെ, അംഗീകാരം കൊടുക്കാതെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അവർ നടത്തുന്നുണ്ടെങ്കിൽ തന്നെ ആരും പോകുന്നുണ്ട്. ഗവൺമെന്റിന് കീഴിലുള്ള പല സംവിധാനങ്ങളും ഉണ്ടല്ലോ. എന്തായാലും താങ്കളൊന്ന് തുടരുക.